ഓ, ഇത് ഫുള്ള് പാറക്കല്ല് കൊണ്ട് നിർമ്മിച്ച സംഭവമാണ് കേട്ടോ. ഇവിടെ കുറേ അധികം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുത്തബ് മിനാറിനേക്കാൾ നല്ല ചുറ്റളവുണ്ട് കേട്ടോ ഇതിന്. എഴുത്തുകളോ ഈ കാണുന്നതൊക്കെ, അതായത് അറബിക്കിൽ ഉള്ളൊരു എഴുത്താണ് ഈ കാണുന്നത് മുഴുവനായിട്ടും. ഇത് ജയിലാണോ? ഒരു പഴയകാല ഒരു ആർട്ട് വർക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഒരു കല്ലിൽ മുഴുവൻ കൊത്തിയെടുത്തുണ്ടാക്കിയ സംഭവങ്ങളാട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഭയങ്കര ചൂടാണ്. എൻ്റെ മോൻ കണ്ടാൽ അറിയും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ കുത്തബ് മിനാറിൻ്റെ അടുത്താണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത്, കുറച്ച് തണലുണ്ട് ഇവിടെ നിൽക്കാം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുത്തബ് മിനാറിൻ്റെ കുറച്ച് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കുത്തബ് മിനാറും അതിൻ്റെ പരിസരവും പഴയകാല നിർമ്മിതികളും എല്ലാം നമ്മളിന്ന് കാണാൻ വേണ്ടി പോവാണ്. എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ദാസൻ ജോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നമ്മൾ കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് പോയിന്റ് വരുന്നത്. ഇവിടുന്ന് 35 രൂപ കേട്ടോ ടിക്കറ്റ് പറയുന്നത്. ഇവിടെ കുറേ ബാഗ് ചെക്കിങ് ഒക്കെ ഉണ്ട്. അവർ ബാഗ് അങ്ങനെ ജസ്റ്റ് ഒരു ജിബ് തുറന്നു നോക്കിയിട്ട് ഉള്ളിലൊന്നും ചെക്ക് ചെയ്യണ പോലില്ല. അയ്യോ, കഷ്ടമുണ്ട് കേട്ടോ. ബാഗ് എനിക്ക് ചിരി വരുന്നു. ബാഗ് വാങ്ങിൻ്റെന്ന് എന്നിട്ട് എന്താ പറയുക, ഒരു ജിബ് തുറന്നിട്ട് അങ്ങനെ തന്നെ അടച്ചു, ചെക്കും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കേണ്ടത് ഈ കാണുന്നതാണ് കുത്തബ് മിനാർ. കുറേയധികം ആളുകളുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടെ കുറേയധികം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ടെമ്പിൾ പോലെയൊക്കെ ഒരു സംഭവം കാണാൻ കഴിയും. ടെമ്പിളല്ല, പക്ഷേ അതുപോലെയൊരു സംഭവം ഇതിൻ്റെയൊക്കെ ഒരു ബാക്കിയാണത്. ഓ, ചെറിയ തണലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി നോക്കാം. ഒടുക്കത്തെ വെയിൽ കേട്ടോ, വെയിൽ സഹിക്കാൻ കഴിയില്ല. ഇതുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ. ഓ, ഇത് ഫുള്ള് പാറക്കല്ല് കൊണ്ട് നിർമ്മിച്ച സംഭവമാണ് കേട്ടോ. കാലങ്ങളെ പഴക്കമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചയൊക്കെ അങ്ങനെ നടന്ന് കാണാം. ഇവിടെ എന്താ ഉള്ളത്? ഓ മൈ ഗോഡ്, നമുക്ക് അവിടെയൊക്കെ പോകാം കേട്ടോ. ഇതിലിങ്ങനെ ഫോണിൽ കാണുമ്പോൾ ഒരു സുഖമില്ല, പക്ഷേ ഇത് നേരിട്ട് കാണണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. കുറേ പില്ലറുകൾ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള പില്ലറുകൾ, നല്ല പഴയകാല കുറേ കൊത്തുപണിയിലൊക്കെ നടത്തിയ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്ത നല്ല പില്ലറൊക്കെ കാണാം. ഒരു സംഭവം കൊണ്ട് ഗൈസ്, ഇതൊക്കെ ജനൽ പോലൊരു സംഭവം ഒറ്റക്കല്ലല്ല, ജോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു കല്ലിൽ കൊത്തിയെടുത്ത നല്ലൊരു വർക്കാട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതെന്ത് ജയിലാണോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അതിഭീകരമായ വലുപ്പമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറേ അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചാൽ കാണാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് എടുത്ത് കാണാൻ കഴിയുക. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1192 കുത്തബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ഇൽത്തുമിഷ്, ഫിറോസ് ഷാ തുഗ്ലക്ക് എന്നിവരും ഇതിൻ്റെ നിർമ്മാണം തുടരുകയുണ്ടായി. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 73 മീറ്ററാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ റൗണ്ടില്ലേ, ഏറ്റവും താഴ്ഭാഗമുള്ള ആ റൗണ്ടിലുള്ള ഒരു നീളം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് 14.3 മീറ്ററും ഉയരം കൂടുന്തോറും ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് 2.7 മീറ്റർ ആട്ടോ കാണാൻ കഴിയുക. നമ്മുടെ ഈ കുത്തബ് മിനാർ പറയുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിച്ചാട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കുത്തബ് മിനാർ ഇത്ര ഫേമസും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ കുത്തബ് മിനാറിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഹെലിപ്പോട്ടത്. ഇതൊക്കെ കണ്ടോ, വല്ലാത്ത ജാതി വലുപ്പമാണിത്. പിന്നെ ഇവിടെയൊക്കെ കുറേ പഴയകാല നിർമ്മിതികൾ, പഴയകാല ബിൽഡിങ്സ് കാണാൻ കഴിയും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാം. നമുക്ക് ആദ്യം കുത്തബ് മിനാറിൻ്റെ ഫുള്ള് വ്യൂ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. കണ്ടോ, ഞാൻ നടന്ന് ചുറ്റി കാണാം. ഇവിടെ കുറേയധികം പഴയ ബിൽഡിങ്സ്, പഴയ നിർമ്മിതികളൊക്കെ ഉണ്ട് കേട്ടോ. അതിലെല്ലാം നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് കുത്തബ് മിനാർ എന്ന് പറയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് ബാക്കി അങ്ങോട്ട് നോക്കാം കേട്ടോ. ഇവിടെ കുറേയധികം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ചരിത്രപരമായ കാര്യങ്ങളുള്ള കാരണം കൊണ്ട് ഇവിടുത്തെ ഗൈഡ് കൊണ്ടുവരുന്നതാണ്. നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരു സംഭവം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കാണാൻ കഴിയും. ഒരു പഴയകാല ഒരു ആർട്ട് വർക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഒരു കല്ലിൽ മുഴുവൻ കൊത്തിയെടുത്തുണ്ടാക്കിയ സംഭവങ്ങളാട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ നമ്മുടെ സൈഫിൻ്റെയും മദാമിൻ്റെയും അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കിലാണ്. പൊട്ടിപ്പോയതാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് കാണാൻ ഒരു പ്രത്യേക രസം. പിന്നെ ഇത് വെള്ളയും ചുവപ്പും കലർന്ന സ്റ്റോണിൽ നിർമ്മിച്ചതാട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കുത്തബ് മിനാർ കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, വെള്ളയും അതുപോലെ തന്നെ ചുവപ്പും നിറഞ്ഞ എന്താ പറയുക കല്ലുകൊണ്ട് നിർമ്മിച്ചാണ്. നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, നേരെ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എവിടെയും കുറേ പില്ലറുകളും കാര്യങ്ങളും കാണാൻ കഴിയും. ഇതൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണ് കേട്ടോ. അത്രയും കാലഘട്ടങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചാണ് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ
ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ്. ആ കാലത്ത് കൊത്തി എന്താ പറയുക ഉളി കൊണ്ട് മാത്രം കൊത്തി നിർമ്മിച്ചൊരു സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് നല്ലൊരു കവാടം കാണാൻ കഴിയും. നല്ല അടിപൊളി കവാടമാണ്. വേറെ പില്ലർ കണ്ടു. ഇതൊക്കെ നോക്കി എത്ര ഭംഗിയിലാണ് ഇതൊക്കെ കൊത്തി വെച്ചിട്ടുള്ളത്. നല്ല ഉള്ളിലോട്ട് നല്ലൊരു ഹോൾ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ പൊട്ടാതെയൊക്കെ ഉണ്ടാക്കുന്ന സമ്മതിക്കണം. പല ഇതുപോലെ ചരിത്രപരമായ ബിൽഡിങ്സിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോകുന്നത് കണ്ടോ, ഇതൊക്കെയാണ്. എങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് കുറച്ച് നല്ലൊരു ആർട്ട് വർക്കും കാര്യങ്ങളും കാണാൻ കഴിയും. ഇവിടെയും അതേ ശൈലിയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് എഴുത്താണ്, ഇത് അറബി എഴുത്തുകളോട്ട് ഈ കാണുന്നതൊക്കെ. അതായത് അറബിക്കിൽ ഉള്ളൊരു എഴുത്താണ് ഈ കാണുന്നത് മുഴുവനായിട്ടും. നമ്മൾ കുത്തബ് മിനാറിലും ആ സാധനം കാണാൻ കഴിയും. കണ്ടില്ലേ, കുത്തബ് മിനാറിലും ഇതേ സംഭവം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഒരു ടെമ്പിളിൻ്റെയൊക്കെ ഒരു ശൈലിയിൽ നിർമ്മിച്ചൊരു ചെറിയൊരു ബിൽഡിങ്ങാണ്. എൻ്റെ ഫോണൊക്കെ ഓവർ ഹീറ്റ് ചെയ്തപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ള നിലയിലാട്ടോ നിൽക്കുന്നത്. അത്രയും ചൂടാണ്. ഇവിടെ എന്തോ ഒരു കബറിടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കണ്ടോ, ഇവിടെയും അതേ രീതിയിലാണ്. ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ പണിത് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ കൊത്തുപണിയിൽ എത്ര വർണ്ണിച്ചാലും മതിയാവുന്നില്ല, അത്രത്തോളം ഭംഗിയുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് അതിമനോഹരമായിട്ടൊരു ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താണ് ഇടയ്ക്കിടയ്ക്ക് മറന്നു കേട്ടോ. ഒരു മിനാരം പോലൊരു സംഭവം കാണാൻ കഴിയും. നല്ല മനോഹരമായിട്ട് നല്ല പഴയകാല രീതിയിൽ ചെയ്തു വെച്ച ഒരു മിനാർ കേട്ടോ. ഒരു ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ. എന്തോ എനിക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവുന്നില്ല, അത്രയും നല്ല ഭംഗിയുള്ളൊരു നിർമ്മിതികളാണ് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തും ഇതുപോലെ ഇഷ്ടംപോലെ നിർമ്മിതികൾ കാണാൻ കഴിയും. നമ്മൾ കുത്തബ് മിനാറിൻ്റെ ഇവിടുത്തെ കാഴ്ചയും കണ്ട് നമ്മൾ നേരെ വരുമ്പോൾ വലിയൊരു കവാടം കാണാൻ കഴിയും. കവാടത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള കാഴ്ചയിട്ട് നമ്മൾ കാണുന്നത് അതിഗംഭീരമായൊരു നിർമ്മിതിയാണ്. അതായത് 4 സൈഡും 4 കവാടങ്ങൾ കാണാൻ കഴിയും. നമ്മളിപ്പോൾ 1ാമത്തെ കവാടത്തിൽ നിൽക്കുന്നത്. അവിടെ കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാട്ടോ അത് നിർമ്മിച്ചിട്ടുള്ളതെന്ന് കാണണം നിങ്ങൾ. കുറേയധികം കൊത്തുപണികളും അലങ്കാരപ്പണികളും ചെയ്ത് നിർമ്മിച്ച ഒരു അതിഗംഭീരമായൊരു ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. മേൽഭാഗം കണ്ടോ, നമ്മളിതാ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ അതിമനോഹരമായിട്ടുള്ളൊരു ടോംബ് കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ പണിതൊരു ടോംബ് എന്ന് പറഞ്ഞാൽ ശവകുടീരമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇമാം ജാമിൻ എന്ന വ്യക്തിയാട്ടോ കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ശവകുടീരം ഞാൻ കാണാൻ കഴിയും, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടോമിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ കാണാം. ഉണ്ടോ, ഇതാട്ടോ ആ ഒരു ശവകുടീരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉൾഭാഗം നല്ല മനോഹരമാക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, പഴയകാല ശൈലിയിൽ നിർമ്മിച്ചൊരു ടോംബാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ടോംബിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഉള്ളോട്ട് തന്നെ പോവാം. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കണേ കാഴ്ച നിങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു കലാവിരുതാട്ടോ ഇതൊക്കെ. പഴയകാല ആർട്ട് വർക്ക് എന്നൊക്കെ പറയാം. അതിഗംഭീരമായി വെള്ളയും ചുവപ്പ് നിറത്തിൽ ഇലതൊക്കെ ഉണ്ടല്ലോ, വെള്ളയും ചുവപ്പ് നിറത്തിൽ പണിത ഒരു നിർമ്മിതിയാട്ടോ. നമ്മൾ അപ്പോഴേ കണ്ട സാരമില്ലേ, അതിൻ്റെ മറ്റൊരു വശമാണ് ഈ കാണുന്നത്. കണ്ടോ, ആ ഭാഗത്തും ഇഷ്ടംപോലെ നമ്മൾ അപ്പോഴേ കണ്ട അതേ നിർമ്മിതികളുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടത് എന്താ പറയുക, ഇവിടെ വലിയൊരു പാറക്കല്ലുണ്ട്. പാറക്കല്ലെന്നല്ല, ഒരു നിർമ്മിതിയുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടാൽ നിങ്ങൾ അന്തം വിടും. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടോംബാണ്. ഒരു ടോംബ്, അതായത് നമ്മൾ അപ്പോഴേ കണ്ട ടോംബില്ലേ, അതേപോലെ വേറൊരു ടോംബാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം? ഇത് പണിത് പകുതി നിർത്തിയതാണോ എന്താ? ഇത് അലൈ മിനാർ എന്നാട്ടെ ഇതിൻ്റെ പേര്, അലൈ മിനാർ. അതായത് അതിൻ്റെ ഒരു വേറെ വേർഷൻ. നമ്മുടെ കുത്തബ് മിനാറിനേക്കാൾ നല്ല ചുറ്റളവുണ്ട് കേട്ടോ ഇതിന്, നല്ല വീതിയാണ്. കുത്തബ് മിനാർ 14.3 മീറ്ററാണ് താഴത്തെ ചുറ്റളവ് പറയുന്നത്. ഇതെങ്ങനെയും അതിൻ്റെ ഡബിൾ ഉണ്ടാവും കേട്ടോ, അത്രയും ചുറ്റളവുണ്ട്. ഇത് പകുതിക്ക് നിർത്തിയതാണോ അതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ വായിച്ച് നോക്കാം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ അലൈ മിനാറിൻ്റെ തൊട്ടപ്പുറത്ത് വരുമ്പോൾ കുറേയധികം ശവക്കല്ലറുകൾ കാണാൻ കഴിയും. ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഒന്നുണ്ട്, ഉണ്ടല്ലേ. അങ്ങനെ കുറേയധികം ശവക്കല്ലറുകൾ നമുക്ക് ഈ ഭാഗത്ത് തന്നെ കുറേ കാണാൻ കഴിയും കേട്ടോ. നമ്മൾ കുത്തബ് മിനാറിലോട്ട് ഫസ്റ്റ് കയറി വരാൻ എൻട്രൻസ് ഇല്ലേ, അതിന് മുന്നിൽ തന്നെ 2 ശവക്കല്ലറുകളുണ്ട് കേട്ടോ.
അപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മൾ ചുറ്റിനും നമ്മൾ ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നോക്കിയിട്ടാണ് കയറുന്നത്, ബാക്കിയൊന്നും കണ്ണിൽ കാണില്ല. അതുവരെ കാര്യം കുത്തബ്മിനാറിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ചുറ്റൊന്നും കാണില്ല കേട്ടോ. അവിടെയാണ് ആ 2 ശവക്കല്ലറുകളുള്ളത്. അങ്ങനെ കുത്തബ്മിനാറൊരു ടാറ്റ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. നമ്മളങ്ങനെ കുത്തബ്മിനാറും കണ്ടു. ആകെ കറുത്ത് കരിവെളുത്തിട്ടാണ്, ചൂട് കൊണ്ട് വെയിലും ഭയങ്കര, ഇങ്ങനെ കുടിക്കണ വെള്ളമൊക്കെ വേർത്ത് പോണ്. നമുക്ക് യൂറിന് ഒഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ, അത്രയും വേർത്ത് പോകണം കേട്ടോ, പുറത്തോട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അത്രയും ചൂടാണെന്ന് പറയാം. കുത്തബ്മിനാറിന് നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടു, ഇവിടുത്തെ പരിസരവും കാര്യങ്ങളെല്ലാം കണ്ടു. നമ്മൾ എന്താ പറയുക, എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയും കുറേ ചരിത്രപരമായ കാര്യങ്ങളും നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നതില്ലായിരിക്കും. ഗുഡ് ബൈ.